ഗുഡ് മോർണിംഗ്. അക്കൗണ്ടിങ്ങിന്റെ രണ്ടാം ദിവസത്തെ ക്ലാസ്സിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. രണ്ടാമത്തെ ആഴ്ചയാണ്. ഒരാഴ്ച കഴിഞ്ഞാണ് നമ്മൾ ഇനിയും കാണുന്നത്. ഇതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. രാവിലെ 7 മണിക്കത്തെ ക്ലാസ് കറക്റ്റ് സമയത്ത് തന്നെ എത്താനും അതേപോലെ തന്നെ അറ്റൻഡൻസ് പറയാനും ശ്രദ്ധിക്കുക. 11 മണിക്കത്തെ ക്ലാസ്സിലും അതേപോലെ തന്നെ എന്ത് ചെയ്യാം, അറ്റൻഡൻസ് പറയാനും എല്ലാം ശ്രദ്ധിക്കുക. കറക്റ്റ് സമയത്ത് എത്തിക്കുക. നമുക്ക് നോട്ടായിട്ട് കഴിഞ്ഞ ദിവസം തന്ന നോട്ടുകളെല്ലാം തന്നെ കറക്റ്റ് ടൈമിൽ തന്നെ മിക്കവാറും ആൾക്കാരെല്ലാം അയച്ചു തന്നിട്ടുണ്ട്. 1-2 ആൾക്കാർ ഒഴിച്ച് ബാക്കി എല്ലാവരും തന്നെ അയച്ചു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് പ്രത്യേകിച്ച് അധികം വർക്കുകളോ അസൈൻമെന്റുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. കാരണം തിയറി ഏരിയ ആയതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് നമുക്ക് അസൈൻമെന്റോ മറ്റു കാര്യങ്ങളില്ല. നോട്ട് മാത്രമേ ഉള്ളൂ. അതും ഒരു പേജ് മാത്രമൊക്കെ ഓരോ ദിവസത്തേക്കും എഴുതാനായിട്ട് തരുന്നുള്ളൂ. അത് തന്നെ കറക്റ്റ് സമയത്ത് തന്നെ എഴുതി അയക്കണമെങ്കിൽ നല്ല സൗകര്യമാണ്. ഇതേപോലെ തന്നെ പഠിക്കാൻ ശ്രമിക്കും. കറക്റ്റായിട്ട് അതാത് ദിവസം തന്നെ പഠിക്കാൻ ശ്രമിക്കുക. രാവിലെ 2 ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടംപോലെ സമയം നിങ്ങൾക്ക് അപ്പോൾ ആ സമയത്ത് തന്നെ അതൊന്ന് 2-3 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അത് പഠിക്കാനായിട്ട് സാധിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇതാണ്. ഇംഗ്ലീഷിലും മലയാളത്തിലും പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇതിൽ പേര് നമ്പർ ആഡ് ചെയ്യാത്ത ആൾക്കാർ എത്രയും പെട്ടെന്ന് അത് ആഡ് ചെയ്യാൻ. അല്ലെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ കണ്ടുപിടിക്കാൻ എല്ലാം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അവരുടെ പേരും ക്ലാസ് നമ്പറും അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് ആഡ് ചെയ്യും. പെട്ടെന്ന് നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് അക്കൗണ്ടിങ്ങിനെ കുറിച്ച് ഈ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്. ഇത് വെച്ചിട്ടാണ് കഴിഞ്ഞ ദിവസം നമ്മൾ നടത്തിയത്. അക്കൗണ്ടിങ് എന്താണ്? അക്കൗണ്ടിങ് ഈസ് ദി ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിംഗ്, അനലൈസിംഗ്, ഇന്റർപ്രറ്റിംഗ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആൻഡ് communicating the results to the interested persons, interested users അല്ലെങ്കിൽ interested parties. അപ്പം അക്കൗണ്ടിങ്ങിന് ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അക്കൗണ്ടിങ്ങിന്റെ ഫങ്ഷൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിംഗ്, ഇന്റർപ്രറ്റിംഗ്, അനലൈസിംഗ്, അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ദി റിസൾട്ട്സ് ടു ദി ഇൻട്രസ്റ്റഡ് യൂസേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്നത്. അതെന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ഓരോന്നിനെ കുറിച്ച് നമ്മൾ ഈ സെന്റൻസ് പഠിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 4 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഇതിൽ നിന്ന് വരുന്ന അക്കൗണ്ടിങ്ങിൽ നിന്ന് വരുന്ന കുറേ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും. അതെങ്ങനെയാണുള്ളത് നമുക്ക് നോക്കാം. ഇതാണ് ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ്. ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ്, അക്കൗണ്ടിങ്ങിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? നമ്മൾ നേരത്തെ ആ ഡെഫിനേഷനിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓരോ സെന്റൻസ് ആയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ഓരോ സെന്റൻസ് ആയിട്ട് നമ്മൾ വേറെ ആയിട്ട് എടുക്കുക. ഓരോന്നിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു, ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നു. ഓരോ ഫങ്ഷൻസ് ആയിട്ടാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ് എന്നുള്ളതായിട്ട് പറഞ്ഞത്. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ വേറെ ആയിട്ട് എടുക്കുന്നു. ആ നേരത്തെ പറഞ്ഞ ഡെഫിനേഷനിൽ നിന്നാണ് ഇതെല്ലാം തന്നെ എടുത്തിരിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പൊ അതെന്താക്കിയാണ്? ഒന്നാമത്തെ റെക്കോർഡിംഗ്, ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ് ആണ് പറയുന്നത്. ഒന്നാമത്തെ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ആണ്, അല്ലെങ്കിൽ റെക്കോർഡിംഗ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ, അല്ലെങ്കിൽ റെക്കോർഡിംഗ് എന്നുള്ളതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു. ആർട്ട് ഓഫ് റെക്കോർഡിംഗ് എന്നുള്ളതാണ് പറഞ്ഞത്. ആർട്ട് ഓഫ് കലയാണ്. റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻ ചെയ്യണം. അപ്പം എല്ലാ കാര്യങ്ങളും ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഇടപാടുകളും, ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്ന എല്ലാ ഇടപാടുകളെയുമാണ് ട്രാൻസാക്ഷൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ആ ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ ഇടപാടുകളെയും നമ്മൾ എന്ത് ചെയ്യുന്നു, എഴുതി സൂക്ഷിക്കും. അതിനെയാണ് റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. ആർട്ട് ഓഫ് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാലോ, ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ അവിടെ ഇവിടെ ചിത്രം വരയ്ക്കുന്നതിന് ആർട്ട് എന്ന് പറയാനായിട്ട് സാധിക്കും. ഒരു പ്രത്യേക രീതിയിൽ വരച്ചു കഴിഞ്ഞാൽ മാത്രമേ ആർട്ട് എന്ന് പറയാനായിട്ട് സാധിക്കൂ. ഞാൻ വെറുതെ ബോർഡിലോ ഇവിടെ നിങ്ങൾ എന്തെങ്കിലും എഴുതി വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വരച്ചു കഴിഞ്ഞാൽ അതൊരു ആർട്ട് എന്ന് പറയാനായിട്ട് സാധിക്കും. ഒരു പ്രത്യേക ഫോർമാറ്റിൽ കാണുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അതൊരു മീനിങ് ഫുൾ ആണെന്ന് തോന്നിയാൽ മാത്രമേ ഇത് ആർട്ട് എന്ന് വിളിക്കൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ആൾക്കാർ കുത്തിവരാന്ന് പറയുന്നു. അപ്പം ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക മീനിങ് ഫുൾ ആണ്. ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, അത് കാണുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു മീനിങ് ഫുൾ ആണെന്ന് തോന്നണം, കാര്യങ്ങൾ മനസ്സിലാവും. എന്നാൽ മാത്രമേ ഇത് ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ആവുള്ളൂ. ആർട്ടാണ് പറയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ബിസിനസ് ട്രാൻസാക്ഷൻ എല്ലാം തന്നെ റെക്കോർഡ് ചെയ്യുന്ന ഒരു ആർട്ടാണ്, കലയാണ്. അതെന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യുന്ന ഒരു
പ്രത്യേക ബുക്കിലാണ്, അല്ലാതെ എവിടെയെങ്കിലും കൊണ്ടുപോയി എഴുതില്ല. ഓരോ ദിവസത്തെയും എവിടെയെങ്കിലും ബുക്കിൽ കൊണ്ടുപോയി എഴുതി കഴിഞ്ഞാൽ എല്ലാം കൂടി കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത് റെക്കോർഡ് ചെയ്യുന്നത് ഒരു പ്രത്യേക ബുക്കിലാണ്. ആ ബുക്കിന്റെ പേരാണ് ജേണൽ. ജേണൽ എന്നുള്ള ബുക്കിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ബിസിനസ് നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷനെയും നമ്മൾ റെക്കോർഡ് ചെയ്യും. ആ റെക്കോർഡ് ചെയ്യുന്നത് ഒരു ബുക്കിലാണ്. ആ ബുക്കിന്റെ പേര് ജേണൽ എന്നുള്ള ബുക്ക്. ജേണൽ എന്നുള്ള ബുക്കിലാണ് നമ്മൾ എഴുതുന്നത്. അതൊരു ആർട്ടാണ്, ഒരു കലയാണ്. ആ ബുക്കിലേക്ക് അത് എഴുതുന്ന രീതി എന്ന് പറയുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അപ്പം ബിസിനസ് നടക്കുന്ന ഒന്നാമത്തെ ആർട്ട് ഓഫ് റെക്കോർഡിംഗ് എന്നുള്ള ഒന്നാമത്തെ കാര്യമാണ് നമ്മൾ പറയുന്നത് ഫംഗ്ഷൻ. ഒന്നാമത്തെ ഫംഗ്ഷൻ ആണ് പറയുന്നത്. അതില് എല്ലാ ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷനെയും നമ്മൾ ഒരു ബുക്കിലേക്ക് എഴുതി സൂക്ഷിക്കും. ആ ബുക്കിന്റെ പേര് ജേണൽ എന്നുള്ള ബുക്കാണ്. അതിലേക്ക് എഴുതുന്നതിന് പ്രത്യേക രീതികളുണ്ട്. അത് നമ്മൾ പിന്നീട് പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും, ബിസിനസ് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ എഴുതി സൂക്ഷിക്കുന്നു. എഴുതി സൂക്ഷിക്കുന്ന പ്രത്യേക ബുക്കിലാണെന്ന് മാത്രം മനസ്സിലാക്കാം. രണ്ടാമത് ക്ലാസിഫൈങ്. ക്ലാസിഫൈങ് എന്നുള്ള ഫംഗ്ഷൻ. രണ്ടാമത്തെ ഫംഗ്ഷൻ ക്ലാസിഫൈ വിത്ത് ദി ഹെൽപ്പ് ഓഫ് അക്കൗണ്ട്സ്. വിത്ത് ദി ഹെൽപ്പ് ഓഫ് അക്കൗണ്ട്സ്. അക്കൗണ്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പിന്നീട് ഒരു 2 ചാപ്റ്ററൊക്കെ കഴിയുമ്പോഴാണ്, 2-3 ചാപ്റ്ററൊക്കെ കഴിയുമ്പോഴാണ് അക്കൗണ്ട് എന്താണെന്നുള്ളതിനെ കുറിച്ചെല്ലാം തന്നെ പറയുന്നത്. പക്ഷെ ഇവിടെ ക്ലാസിഫൈങ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബുക്കിലേക്ക് ഇതെല്ലാം തന്നെ എഴുതി സൂക്ഷിക്കുന്ന റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. ഓരോ ദിവസവും നടക്കുന്ന ട്രാൻസാക്ഷനെ അല്ലെങ്കിൽ ഓരോ ദിവസവും നടക്കുന്ന ഇടപാടുകളെ എല്ലാം തന്നെ നമ്മൾ ഒരു ബുക്കിലേക്ക് എഴുതി സൂക്ഷിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു ബുക്കിലേക്ക് എഴുതി സൂക്ഷിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. ഇതെന്ത് ചെയ്യുന്നു, അതിനുശേഷം ക്ലാസിഫൈ ചെയ്യും. ക്ലാസിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ വേർതിരിക്കുക എന്നുള്ളതാണ് അതിന്റെ മീനിങ് ആയിട്ട്. ക്ലാസിഫൈ ചെയ്യും. യു ഹാവ് ടു ക്ലാസിഫൈ ദി റെക്കോർഡഡ് ഡാറ്റ. നമ്മൾ നേരത്തെ റെക്കോർഡ് ചെയ്ത ഡാറ്റയെ നമ്മൾ ക്ലാസിഫൈ ചെയ്യും, വേർതിരിക്കും. എങ്ങനെ വേർതിരിക്കാനായിട്ട് സാധിക്കും? നമുക്കറിയാം, നമുക്ക് ഇഷ്ടംപോലെ ഡാറ്റ നമുക്ക് കിട്ടുന്നുണ്ട്. കുറെ സാധനങ്ങൾ, ഒരു ബിസിനസ് ആണെങ്കിൽ എന്ത് ചെയ്യും, ആ ബിസിനസ്സിലേക്ക് കുറെ പർച്ചേസ്, കുറെ സെയിൽസ്, അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, പല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ ബിസിനസ്സിലേക്ക് വരും. നമ്മുടെ വീട്ടിലെ എക്സാമ്പിൾ നോക്കുക. ഒരു വീടിന്റെ എക്സാമ്പിൾ നോക്കുക. നമ്മുടെ വീട്ടിലേക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ വരുന്നു, ഇഷ്ടംപോലെ സാധനങ്ങൾ വാങ്ങുന്നുണ്ട്, പല സാധനങ്ങൾ വാങ്ങുന്നുണ്ടാവും. അരി വാങ്ങുന്നുണ്ടാവും, അതുപോലെ തന്നെ പഞ്ചസാര, അതേപോലെ തന്നെ പല സാധനങ്ങൾ വാങ്ങുന്നുണ്ടാവും. അതെന്ത് ചെയ്യും, അത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പല സാധനങ്ങൾ നമ്മൾ വിൽക്കുന്നുണ്ട്. നമ്മൾ വിൽക്കുന്ന വാഴക്കുല ഉണ്ടാവും, അതേപോലെ തന്നെ ചേമ്പ് ഈ സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ടാവും. ഇതെല്ലാം തന്നെ നമ്മുടെ ഷോപ്പിൽ കൊണ്ടുപോയി വിൽക്കുന്നു. കുറെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, വാങ്ങുകയും ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ വിൽക്കുകയും ചെയ്യുന്നു. അതേപോലെ നമുക്ക് എന്തെങ്കിലും പൈസയ്ക്ക് ആവശ്യം വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ബാങ്കിൽ പോയിട്ട് കടം വാങ്ങും, അല്ലെങ്കിൽ സ്വന്തക്കാരെടുത്ത് കടം വാങ്ങും. അതേപോലെ തന്നെ എന്ത് ചെയ്യും, ആരെങ്കിലും നമ്മളോട് സഹായം ചോദിക്കുകയാണ്, കുറച്ച് പൈസയ്ക്ക് ആവശ്യമുണ്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവരെ സഹായിക്കും, കുറച്ച് പൈസ കൊടുക്കും. അതേപോലെ തന്നെ വേറൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു വീട് നമ്മൾ വാടകയ്ക്കാണ് താമസിക്കുന്നെങ്കിൽ മാസം മാസം വാടക കൊടുക്കേണ്ടി വരും. അതേപോലെ ഇലക്ട്രിസിറ്റി ബില്ല് കൊടുക്കേണ്ടി വരും, ഗ്യാസിന് പൈസ കൊടുക്കേണ്ടി വരും. അങ്ങനെ പല പൈസയും നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അതേസമയം തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു വീട് വാടക കൊടുത്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ബിൽഡിംഗ് വാടക കൊടുത്തിട്ടുണ്ടെങ്കിലോ നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടും. അപ്പോൾ കുറെ പൈസ ഇങ്ങോട്ട് കിട്ടുന്നുണ്ട്, കുറെ പൈസ നമ്മൾ എന്ത് ചെയ്യുന്നു, അങ്ങോട്ട് കൊടുക്കുന്നു. ഇലക്ട്രിസിറ്റി ബില്ലായിട്ട് അങ്ങോട്ട് കൊടുക്കുന്നുണ്ടാവും, അതേസമയം തന്നെ വാടകയായിട്ട് നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടുന്നുണ്ടാവും. അപ്പോൾ പല രീതിയിൽ നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടുന്നുണ്ട്, ഇങ്ങോട്ട് കൊടുക്കും. എക്സാമ്പിളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വീട്ടിലേക്ക് അരി മേടിക്കുന്നു, അതേസമയം തന്നെ ഒരു വാഴക്കുല, വലിയൊരു വാഴക്കുലയാണെങ്കിൽ അത് കൊണ്ടുപോയിട്ട് ഷോപ്പിൽ കൊണ്ടുപോയി വിൽക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടും. ഇങ്ങോട്ട് പൈസ കിട്ടുന്നത് പുറത്തേക്ക് പൈസ പോകുന്നു, സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് പൈസ പോകുന്നു. അങ്ങനെ 2 രീതിയിലേക്ക് ഇത് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഏറ്റവും സിമ്പിൾ ആയിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. നമ്മുടെ കയ്യിലേക്ക് പൈസ കിട്ടുന്നതും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്നതും. അപ്പൊ അങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. നമ്മുടെ വീട്ടിലെ കണക്കാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. നമ്മുടെ കയ്യിൽ നിന്ന്, നമ്മുടെ പോക്കറ്റിൽ നിന്ന് പൈസ പോകുന്നത്, നമ്മുടെ പോക്കറ്റിലേക്ക് പൈസ വരുന്നത്. വാഴക്കുല വിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ പോക്കറ്റിലേക്ക് പൈസ വരും. അരി വാങ്ങുകയാണെങ്കിലോ നമ്മുടെ പോക്കറ്റിൽ നിന്ന് പൈസ പോവുകയും ചെയ്യും. ഇപ്പൊ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. അതേപോലെ തന്നെ ബിസിനസ്സിൽ എന്ത് ചെയ്യും, ബിസിനസ്സിൽ നേരത്തെ നമ്മൾ എഴുതിയിരുന്ന ഒരു ബുക്ക്, ജേണൽ എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട്. ആ ജേണൽ എന്നുള്ള ബുക്കിൽ എല്ലാ കാര്യങ്ങളും വരിവരിയായിട്ട് ഡേറ്റ് ഇട്ടിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഡേറ്റ് വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ആ ബുക്ക് എടുത്ത് നിരത്തി വെക്കുന്നു. നിരത്തി വെച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടിയത് എന്താ, ഏതൊക്കെയാണ് നോക്കുന്നു. ഇങ്ങോട്ട് പൈസ കിട്ടിയതെല്ലാം തന്നെ വെക്കുന്നു. അതിനെ മാറ്റി വേറൊരു ബുക്കിലേക്ക് മാറ്റിയിടുന്നു. ഇങ്ങോട്ട് പൈസ കിട്ടിയതെല്ലാം തന്നെ എടുത്തിട്ട് വേറൊരു പുസ്തകത്തിലേക്ക് മാറ്റി എഴുതുന്നു.
നമ്മൾ അങ്ങോട്ട് ആർക്കെങ്കിലും പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്തെങ്കിലും സാധനം വാങ്ങാനൊക്കെ ആയിട്ടായിരിക്കും പൈസ കൊടുക്കുന്നത്. അതെന്തെങ്കിലും വേറെ പുസ്തകത്തിലേക്ക് മാറ്റിയിടും, അല്ലെങ്കിൽ ഓരോ പേജിലേക്ക് മാറ്റിയിടും. അതിനാണ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അക്കൗണ്ട് എന്ന് പറയുന്നത് ലെഡ്ജർ എന്ന് പറയുന്നൊരു ബുക്കുണ്ട്. ലെഡ്ജർ എന്ന് പറയുന്നൊരു ബുക്ക്, ഇപ്പം 2 ബുക്കാണ് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ സാധാരണ ഉണ്ടാവുന്നത്. ജേണൽ എന്ന് പറഞ്ഞൊരു ബുക്കും ലെഡ്ജർ എന്ന് പറഞ്ഞ ഒരു ബുക്കും, രണ്ടും തടിച്ച പുസ്തകങ്ങളാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ അതൊന്നുമില്ല, കമ്പ്യൂട്ടറിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകങ്ങളൊന്നുമില്ല. പണ്ടത്തെ അവസ്ഥയാണ് പറഞ്ഞത്. അതെന്ത് ചെയ്യുന്നു, ഒരു ബിസിനസ് സ്ഥാപനത്തിൽ 2 തരം ബുക്കുകൾ. ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ ജേണൽ എന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും എഴുതുന്ന ബുക്കും, രണ്ടാമത്തെ ലെഡ്ജർ എന്ന് പറഞ്ഞ വേറൊരു ബുക്കും. ഈ ബുക്കിലെ ജേണലിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു, എല്ലാ കാര്യങ്ങളും നമ്മൾ എഴുതി സൂക്ഷിക്കുന്നതാണ്. രണ്ടാമത്തെ ബുക്ക് ലെഡ്ജർ എന്നുള്ള ബുക്ക്. ഈ ലെഡ്ജർ എന്നുള്ള ബുക്കിൽ ഓരോ പേജുണ്ട്, കുറേ പേജുകൾ, നമുക്കറിയാം 200 പേജിന്റെ 500 പേജിന്റെ ഒക്കെ ബുക്കുകളുണ്ട്. ഈ ബുക്കിലെ ഓരോ പേജിനും, ലെഡ്ജർ എന്നുള്ള ബുക്കിന്റെ ഓരോ പേജിനും അക്കൗണ്ട് എന്നുള്ള പേരാണ് അറിയപ്പെടുന്നത്. ലെഡ്ജർ എന്നുള്ള ബുക്കിന്റെ ഓരോ പേജിനും അക്കൗണ്ട് എന്നുള്ള പേരാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഓരോ പേജിലും നമ്മൾ എന്ത് ചെയ്യും, ഓരോ തരം കാര്യങ്ങൾ എഴുതും. ഓരോ പേജിന് ഹെഡിങ് കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, സാലറി ആർക്കെങ്കിലും എംപ്ലോയീസിന് സാലറി കൊടുക്കുകയാണെങ്കിൽ സാലറി എന്നുള്ള ഹെഡിങ് എഴുതും. എന്നിട്ട് എന്ത് ചെയ്യും, അതിന് താഴെ എന്നാണ് എംപ്ലോയീസിന് സാലറി കൊടുക്കുന്നത് 30-ാം തീയതി അല്ലെങ്കിൽ 1-ാം തീയതിക്ക് ആയിരിക്കും സാലറി കൊടുക്കും. 1/1 സാലറി കൊടുക്കും. സാലറി എന്ന് പറഞ്ഞിട്ട് ആർക്കാ സാലറി കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ എഴുതും. ജേണൽ എന്നുള്ള ബുക്കിൽ ഓൾറെഡി നമ്മൾ എല്ലാം കൂടി എഴുതിയിട്ടുണ്ട്. അതിൽ നിന്ന് സാലറി മാത്രം എടുത്തിട്ട് ഈ ലെഡ്ജർ എന്നുള്ള ബുക്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, മാറ്റി എഴുതി. ജേണൽ എന്നുള്ള ബുക്കിൽ എല്ലാം കൂടി ഒരുമിച്ച് എഴുതിയിട്ടുണ്ട്. അതിൽ നിന്ന് സാലറി മാത്രം എടുത്ത് ലെഡ്ജർ എന്നുള്ള ബുക്കിലെ ഒരു പേജിലേക്ക് എഴുതി. ആ പേജിന്റെ ഹെഡിങ് ആയിട്ട് സാലറി എന്നുള്ള ഹെഡിങ് എഴുതി. അടുത്ത പേജ് മറിക്കുന്നു, അതിൽ ഇലക്ട്രിസിറ്റി ചാർജസ് എന്നുള്ള ഹെഡിങ് കൊടുക്കുന്നു. എന്നിട്ട് ജേണൽ നോക്കിയിട്ട് ജേണലിൽ നിന്ന് ഇലക്ട്രിസിറ്റി ചാർജ് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനെ എല്ലാം കൂടി ഈ ബുക്കിന്റെ ഈ പേജിലേക്ക് എഴുതുന്നു. അതേപോലെ തന്നെ നമുക്ക് ഇങ്ങോട്ട് എന്തെങ്കിലും പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഇതേപോലെ തന്നെ വാഴക്കുല വിറ്റ സമയത്ത് ഇങ്ങോട്ട് പൈസ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ ബിസിനസ്സിൽ വിറ്റിട്ടുണ്ടെങ്കിൽ, വിറ്റപ്പോൾ പൈസ കിട്ടിയത്, അതിന് സെയിൽസ് എന്നാണ് നമ്മൾ പറയാ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത പേജിലേക്ക്. അങ്ങനെ ഓരോ പേജിലും എന്ത് ചെയ്യുന്നു, ഓരോന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിരുന്നു. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരു പേജ് നോക്കിക്കഴിഞ്ഞാൽ എത്രമാത്രം റെന്റ് കിട്ടിയിട്ടുണ്ട്, എത്രമാത്രം ഇലക്ട്രിസിറ്റി ചാർജ് കിട്ടിയിട്ടുണ്ട്, അങ്ങനെ എല്ലാം ഓരോ പേജിലായിട്ട് വേറെ വേറെ. ഇത് എവിടെ നിന്ന് എടുക്കുന്നത്, ജേണൽ എന്നുള്ള 1-ാമത്തെ ബുക്കിൽ എല്ലാം കൂടി കൂട്ടി എഴുതിയിട്ടുണ്ട്, ഡേറ്റ് ഓർഡർ എഴുതിയിട്ടുണ്ട്. അതിൽ നിന്ന് ഓരോ ഐറ്റവും അതിനനുസരിച്ച് ഓരോ ഐറ്റവും എടുത്തിട്ട് ഓരോ പേജിലേക്ക് എഴുതും. 1-ാമത്തെ പേജിൽ ഇലക്ട്രിസിറ്റി ചാർജ് ആണെങ്കിൽ ഇലക്ട്രിസിറ്റി ചാർജ് മാത്രമേ ആ പേജിൽ എഴുതൂ. അടുത്ത പേജിൽ റെന്റ് ആണെങ്കിൽ റെന്റ് മാത്രമേ ആ പേജിൽ എഴുതൂ. എല്ലാ മാസവും റെന്റ് കൊടുക്കുന്ന ആ കൊടുത്ത ഡേറ്റ് വെച്ചിട്ട് എത്ര എമൗണ്ട് എന്ന് വെച്ചിട്ട് അതേപോലെ എഴുതും. നമുക്ക് അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ വിറ്റപ്പോൾ നമുക്ക് പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വേറൊരു പേജിൽ എഴുതും. നമ്മൾ എന്തെങ്കിലും സാധനം വാങ്ങിയപ്പോൾ നമ്മൾ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വേറെ പേജിൽ എഴുതും. അപ്പൊ ഓരോ പേജിലായിട്ട് നമ്മൾ വേറെ വേറെ മാറ്റി എഴുതും. അതിനാണ് ക്ലാസിഫൈങ് ചെയ്യുന്നത് പറയുന്നത്. ഈ ഓരോ പേജിലും നമ്മൾ പറയുന്ന അക്കൗണ്ട് എന്നാണ്. സാലറി എന്നുള്ള ഹെഡിങ് എഴുതുന്നു, സാലറി അക്കൗണ്ട് എന്നാണ് പറയുന്നത്. ഇത് ഓരോ പേജിലും നമ്മൾ പറയുന്ന പേര് അക്കൗണ്ട് എന്നാണ്. സാലറി അക്കൗണ്ട് എന്നുള്ള പേജ്, അടുത്തത് റെന്റ് അക്കൗണ്ട് എന്നുള്ള പേജ്, ഇലക്ട്രിസിറ്റി ചാർജസ് അക്കൗണ്ട് എന്നുള്ള പേര്, നമ്മൾ പർച്ചേസ് ചെയ്യുന്നതാണെങ്കിൽ പർച്ചേസ് അക്കൗണ്ട്, സെയിൽസ് ആണെങ്കിൽ സെയിൽസ് അക്കൗണ്ട്. അങ്ങനെ ഓരോ പേജിലും ഓരോ കൺഫ്യൂഷൻ ആക്കേണ്ട ആവശ്യമില്ല. 2 ബുക്കാണുള്ളത്. 1-ാമത്തെ ജേണൽ എന്നുള്ള ബുക്കാണ്. ജേണൽ എന്നുള്ള ബുക്കിൽ എല്ലാ കാര്യങ്ങളും, ബിസിനസ് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഡേറ്റ് ഓർഡറിൽ ഇങ്ങനെ എഴുതി പോകും. അതൊക്കെ എഴുതി പോയി കഴിഞ്ഞാൽ അടുത്ത ബുക്ക് ലെഡ്ജർ എന്നുള്ള ബുക്കാണ്. ലെഡ്ജർ എന്നുള്ള ബുക്കിൽ കുറേ പേജുകളുണ്ട്. ഈ പേജുകൾ ഓരോ പേജിനും ഈ ആദ്യം എഴുതിയ ജേണൽ എന്നുള്ള ബുക്ക് നോക്കിയിട്ട് ഒരേപോലെയുള്ള കാര്യങ്ങളെ എടുത്തിട്ട് ഈ ലെഡ്ജർ എന്നുള്ള ബുക്കിൽ ഓരോ പേജിലേക്കും നമ്മൾ മാറ്റി എഴുതും. ഇപ്പം ജേണൽ എന്നുള്ള ബുക്കിൽ സാലറി ഉണ്ടെങ്കിൽ സാലറി എല്ലാം തന്നെ എഴുതി കുറെ ആൾക്കാർക്ക് സാലറി കൊടുത്തിട്ടുണ്ടാകും. ഈ സാലറി മുഴുവൻ എടുത്തിട്ട് ഇതിലേക്ക് ഈ ലെഡ്ജർ എന്നുള്ള ബുക്കിലെ ഒരു പേജിലേക്ക് ഇങ്ങനെ ഡേറ്റ് ഇട്ടിട്ട് എഴുതും. എമൗണ്ടും ആർക്കാണ് സാലറി കൊടുക്കുന്നതും ഡീറ്റെയിൽസ് ഇങ്ങനെ എഴുതും. ഇലക്ട്രിസിറ്റി ചാർജ് ആണെങ്കിലും റെന്റ് ആണെങ്കിലും ഒക്കെ ഓരോ പേജിലേക്ക് എഴുതും. ആ ഓരോ പേജിനും നമ്മൾ പറയുന്നത് അക്കൗണ്ട് എന്നാണ്. അപ്പൊ 3 പേജ് നമ്മൾ പറഞ്ഞു. 1-ാമത് ജേണൽ എന്നുള്ള ബുക്ക്, 2-ാമത്തെ ലെഡ്ജർ എന്നുള്ള ബുക്ക്. ലെഡ്ജർ എന്നുള്ള ബുക്കിൽ തന്നെ ഓരോ പേജിനും നമ്മൾ പറയുന്നത് അക്കൗണ്ട് എന്നാണ്.
ലെഡ്ജർ എന്നുള്ള ബുക്കിലെ ഓരോ പേജിനും നമ്മൾ പറയുന്ന അക്കൗണ്ട് എന്നാണ്. ഓരോ പേജും ഓരോ ഹെഡിങ് ആണ്. ഇതില് റെന്റ് അക്കൗണ്ട്, സാലറി അക്കൗണ്ട്, അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി ചാർജസ് അക്കൗണ്ട്, ഫോൺ ചാർജസ് അക്കൗണ്ട്, അങ്ങനെ പറഞ്ഞ ഓരോ പേജിനും ഓരോ ഹെഡിങ് ഉണ്ട്. ഓരോ പേജിന് ചിലപ്പോൾ എന്ത് ഒരു പേജ് കൊള്ളുന്നുണ്ടാവും. അപ്പം നീ 2-3 പേജ് വേണ്ടി വരും. അത് കഴിഞ്ഞ് എന്ത് ചെയ്യാം, അതിന്റെ ഹെഡിങ് ആയിട്ട് എഴുതുന്ന സാലറി അക്കൗണ്ട്. അപ്പം എന്തെങ്കിലും ഒരു ഐറ്റം മാത്രം എഴുതുകയാണെങ്കിൽ അതിനെ സാലറി അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് എന്നുള്ള പേരിൽ എഴുതാനായിട്ട് സാധിക്കും. അപ്പം ലെഡ്ജർ എന്നുള്ള പേജ് ബുക്കിലെ ഓരോ പേജിനും നമ്മൾ അക്കൗണ്ട് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. 2 ബുക്കാണ് പ്രധാനമായും ഒരു സ്ഥാപനത്തിൽ ഉണ്ടാവുക. ഒന്നാമത്തെ ജേണൽ എന്നുള്ള ബുക്കും രണ്ടാമത്തെ ലെഡ്ജർ എന്നുള്ള ബുക്കും. അപ്പൊ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്ന ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ് ആണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ റെക്കോർഡിംഗ് എന്നുള്ള ഫംഗ്ഷനാണ്. റെക്കോർഡ് ചെയ്യാന്നുള്ളത് ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുക, എഴുതി സൂക്ഷിക്കുക എന്നുള്ളതാണ്. ജേണൽ എന്നുള്ള ബുക്കിലാണ് എഴുതി സൂക്ഷിക്കുന്നത് നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ക്ലാസിഫൈ ചെയ്യുക. ഇതിനെ എന്ത് ചെയ്യുന്നത്, എല്ലാം കൂടി ഒരുമിച്ചാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ജേണൽ എന്നുള്ള ബുക്കിൽ എഴുതിയിരിക്കുന്നു. ഒരുമിച്ചാണ്. അതിനെ എന്ത് ചെയ്യുന്നു, വേറെ വേറെ ആയിട്ട് സിമിലർ ആയിട്ടുള്ള ഐറ്റംസിനെ എല്ലാം തന്നെ ഒരു പേജിലേക്ക് മാറ്റി എഴുതുന്നതിനെയാണ് ക്ലാസിഫൈങ് ചെയ്യുന്നത്. അത് അക്കൗണ്ട് എന്നുള്ള ഓരോ പേജിലേക്കാണ്. ലെഡ്ജർ എന്നുള്ള ബുക്കിനെ ഓരോ പേജിലേക്ക് നമ്മൾ മാറ്റി ക്ലാസിഫൈ ചെയ്യും. രണ്ടാമത്തത് എന്ത് ചെയ്യും, മൂന്നാമത്തത് സമ്മറൈസിങ്. മൂന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സമ്മറൈസിങ്. സമ്മറൈസിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, സം ചെയ്യും. ഇതെല്ലാം കൂടി സമ്മറൈസ് ചെയ്യും, കൂട്ടുക. അപ്പൊ അതിനെന്ത് ചെയ്യുന്ന കഴിഞ്ഞാൽ ഇവിടെ ഓരോ പേജിന്റെയും അടിയിൽ കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഒരു വർഷം കഴിയുമ്പോൾ ആ പേജിന്റെ അടിയെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ കുറെ ഓരോ മാസവും റെന്റ് കൊടുത്തിട്ടുണ്ടാവും. അപ്പം 12 മാസം റെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവസാനം എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു മാസം റെന്റ് കൊടുത്ത് 1000 രൂപയാണെങ്കിൽ 12 മാസം റെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം കൂടി കാൽക്കുലേറ്റേഴ്സ് നമ്മൾ കൂട്ടുന്നു, 12,000 രൂപ റെന്റ് കിട്ടുന്നു. അതൊരു സമ്മറൈസിംഗ് എന്നുള്ളതായിരിക്കും. അപ്പൊ നമുക്ക് റെന്റ് എത്ര കൊടുക്കും, ഈ വർഷം എത്ര റെന്റ് കൊടുത്തു നമ്മളോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പറയാം 12,000 രൂപ റെന്റ് കൊടുത്തു, പെട്ടെന്ന് പറയാം, ആ ഒരു സെക്കൻഡിൽ പറയാം. പക്ഷെ ജേണൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല, ജേണൽ എല്ലാം കൂടി ഒരുമിച്ചാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ലെഡ്ജർ എന്ന ബുക്കില് ഈ റെന്റിന്റെ പേജ് മറച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ടോട്ടൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് പറയാനായിട്ട് സാധിക്കും. ഈ വർഷം നമ്മൾ കൊടുത്ത റെന്റ് 12,000 രൂപയാണ്. ഈ 12,000 രൂപ റെന്റ് കൊടുത്ത് ഇലക്ട്രിസിറ്റി ചാർജിന്റെ പേജ് മറിച്ച് അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇലക്ട്രിസിറ്റി ചാർജ് ആയിട്ട് ഈ വർഷം കൊടുത്തത് 20,000-25,000 രൂപയാണ് സാലറി റെന്റ് ഈ ഇലക്ട്രിസിറ്റി ചാർജ് കൊടുത്തത്. സാലറിയുടെ പേജ് നോക്കും. അങ്ങനെ ഓരോ പേജ് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അങ്ങനെയാണ് സമ്മറൈസിംഗ്. സമ്മറൈസ് ചെയ്തിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എത്രയാണ് റെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ കാൽക്കുലേറ്റർ എടുത്തിട്ട് ഇതെല്ലാം കൂട്ടി നോക്കണ്ടായിട്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് അടിയിൽ എഴുതി വെക്കും. ഇത്ര രൂപയാണ് ഈ വർഷം റെന്റ് കൊടുക്കുന്നത് മനസ്സിലാക്കും. ടോട്ടൽ അതിന്റെ ടോട്ടൽ എന്നുള്ള സമ്മറൈസിംഗ് കൊണ്ട് ഉദ്ദേശിച്ചത്. സമ്മറൈസിംഗ് ഇതെല്ലാം കൂടി സമ്മറൈസ് ചെയ്ത് എമൗണ്ട് അടിയിലേക്ക് എഴുതും. അടുത്തത് 4ാമത്തത് ഡീൽസ് ഓൺലി ഇൻ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. ഡീൽസ് ഓൺലി വിത്ത് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ. അത് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നതാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ഡീൽസ് ഓൺലി ഇൻ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ. പണപരമായ കാര്യങ്ങൾ മാത്രമേ നമ്മൾ എഴുതി വെക്കാൻ പാടുള്ളൂ. അപ്പം ജേണൽ എന്നുള്ള ബുക്കിൽ നമ്മൾ പല കാര്യങ്ങളും എഴുതുന്നുണ്ടാവും. പക്ഷേ എന്ത് ചെയ്യാം, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് മോണിറ്ററി ആസ്പെക്ട് അല്ലെങ്കിൽ പണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ആസ്പെക്ട് മാത്രമേ എഴുതാനായിട്ട് പാടുള്ളൂ. എല്ലാ കാര്യങ്ങളും എഴുതി സൂക്ഷിക്കാനായിട്ട് സാധിക്കും. എല്ലാ കാര്യങ്ങളും നമ്മൾ എഴുതാൻ പാടില്ല. പണപരമായി അളക്കാൻ സാധിക്കും, മെഷറബിൾ ഇൻ ടേംസ് ഓഫ് മണി അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്റ്റിൽ നമുക്ക് അളക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് എഴുതാനായിട്ട് സാധിക്കൂ. അതായത് റെന്റ് കൊടുക്കും നമുക്കൊരു സംഖ്യ 10,000 രൂപ അല്ലെങ്കിൽ 1000 രൂപ റെന്റ്, ഇലക്ട്രിസിറ്റി ചാർജ് കൊടുക്കും, സാലറി കൊടുക്കും, അതേപോലെ നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങി, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ എമൗണ്ട് പറയാനായിട്ട് സാധിക്കും. പക്ഷേ നമുക്കൊരു മാനേജർ, അയാൾ നല്ല സത്യസന്ധനായ ഒരു മാനേജർ, അയാളുടെ സത്യസന്ധതയ്ക്ക് ഇത്ര രൂപ എന്നുള്ളത് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഒരു വർക്കർ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്, എന്ത് ചെയ്യുന്നു, നമുക്ക് നേരെ ഹാർഡ് വർക്കിംഗ്, ഇത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള എംപ്ലോയിയുടെ പേര് ഇന്നതാണ്. അപ്പൊ അയാളുടെ നേരെ ഹാർഡ് വർക്കിംഗ് എന്ന് പറഞ്ഞിട്ട് 15,000 രൂപ എന്ന് പറഞ്ഞിട്ട് എഴുതാനായിട്ട് സാധിക്കും. അപ്പം പണപരമായി അളക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ എഴുതി സൂക്ഷിക്കാനായിട്ട് പാടുള്ളൂ. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്
ജേണലിൽ എഴുതുന്ന സമയത്ത് പണപരമായി അളക്കാനായിട്ട് സാധിക്കുമോ നോക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ എഴുതി സൂക്ഷിക്കാനായിട്ട് സാധിക്കൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എമൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എഴുതാം. അല്ലാത്ത കാര്യങ്ങളൊന്നും തന്നെ എഴുതാൻ പറ്റില്ല. കാരണം സത്യസന്ധത, ആത്മാർത്ഥത, അതേപോലെ തന്നെ ഹാർഡ് വർക്കിംഗ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഡീൽസ് ഓൺലി വിത്ത് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. ഫൈനാൻഷ്യൽ ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ എഴുതാനായിട്ട് പാടുള്ളൂ. മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ എഴുതി സൂക്ഷിക്കാനായിട്ട് പാടുന്നു. അടുത്തത് അനാലിസിസ് ആൻഡ് ഇന്റർപ്രറ്റ്സ് ഡാറ്റ. അനാലിസിസ് ആൻഡ് ഇന്റർപ്രറ്റ്സ് ഡാറ്റ നമ്മളെങ്ങനെ എഴുതി സൂക്ഷിക്കുന്ന ഡാറ്റ? അക്കൗണ്ടിൽ എഴുതി സൂക്ഷിക്കുന്നു. സാലറി, റെന്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓരോ പേജിലായിട്ട് നമ്മൾ എഴുതി സൂക്ഷിക്കുന്നു. അഞ്ചാമത്തെ ഘട്ടത്തിൽ നമ്മൾ ഫംഗ്ഷനിൽ നമ്മൾ ഇതെല്ലാം അനലൈസ് ചെയ്യുന്നു. അനലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഇതൊക്കെ തമ്മിൽ കമ്പയർ ചെയ്തു. കഴിഞ്ഞ വർഷം എത്ര റെന്റ് കൊടുക്കും, കഴിഞ്ഞ വർഷം എത്ര സാലറി കൊടുക്കും, കഴിഞ്ഞ വർഷം എത്ര ഇലക്ട്രിസിറ്റി ചാർജ് കൊടുക്കും, ഇതെല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്തു. കഴിഞ്ഞ വർഷം എത്ര പ്രോഫിറ്റ് ഉണ്ട്, ഈ വർഷം എത്ര പ്രോഫിറ്റ് ഉണ്ട്, ഇതെല്ലാം തന്നെ കമ്പയർ ചെയ്താൽ മാത്രമേ ഈ വർഷം നമുക്ക് മെച്ചമുണ്ടാകും എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഈ വർഷം എത്ര സെയിൽസ് ഉണ്ട്, എത്ര സാധനങ്ങൾ വിറ്റു, എത്ര സാധനങ്ങൾ വാങ്ങി, ഇതെല്ലാം കൂടി കമ്പയർ ചെയ്താൽ മാത്രമേ നമുക്ക് ലാഭമുണ്ടോ നഷ്ടമുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു കമ്പാരിസൺ ആണ്. അതിനാണ് അനാലിസിസ് ആൻഡ് ഇന്റർപ്രറ്റ്സ്. ഇന്റർപ്രറ്റ് ചെയ്യും. എന്ത് ചെയ്യുന്നു? അനാലിസിസ്. ഈ അക്കൗണ്ടുകളെല്ലാം വെച്ചിട്ട് അക്കൗണ്ട് എല്ലാം സമ്മറൈസ് ചെയ്തിട്ട് കൂട്ടി അടിയിൽ എല്ലാം കൂട്ടി വെച്ചിട്ടുണ്ട്. ഈ കൂട്ടി വെച്ച കാര്യങ്ങളെല്ലാം തന്നെ സമ്മറൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ഇത് തന്നെ അനലൈസ് ചെയ്യും. ഇതെല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്തിട്ട് നമുക്ക് ലാഭമാണോ നഷ്ടമാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കുന്നു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം മെച്ചമാണ്, കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് ഈ മാസം മെച്ചമാണ്. അതേപോലെ തന്നെ എക്സ്പെൻസ് കൂടിയിട്ടുണ്ടോ, അതേപോലെ തന്നെ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടോ, കൂടുതൽ നഷ്ടമാണോ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു. അതിനെ ഇന്റർപ്രിട്ടേഷൻ നമുക്ക് മനസ്സിലാക്കുന്നു. ഈ ഡാറ്റയിൽ നിന്നെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കുന്നു നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കും. അതിനാണ് അനാലിസിസ് ഇന്റർപ്രറ്റ്സ് ഡാറ്റ എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ കമ്മ്യൂണിക്കേറ്റ്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞാൽ മാത്രം പോരാ, ഇതെന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേറ്റ് ദി ഇൻഫർമേഷൻ ടു ദി നീഡി പേഴ്സൺ. അപ്പൊ ഈ ഇൻഫർമേഷൻ എല്ലാം ആവശ്യമായിട്ടുള്ള കുറെ ആൾക്കാരുണ്ടാവും. ഇതിന്റെ മാനേജേഴ്സ് ഉണ്ടാവും, ഓണേഴ്സ് ഉണ്ടാവും, അതേപോലെ തന്നെ കുറെ ആൾക്കാർ ഇതിന്റെ ഡീറ്റെയിൽ നമ്മൾ പഠിക്കും. ആരൊക്കെയാണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള യൂസേഴ്സ് ഉണ്ട്. ആ ഇൻട്രസ്റ്റഡ് യൂസേഴ്സിനെല്ലാം തന്നെ നമ്മൾ കൈമാറുന്നു. ഈ വിവരങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ വർഷം ലോസ് ആണ്, അല്ലെങ്കിൽ നമുക്ക് ഈ വർഷം നല്ല പ്രോഫിറ്റ് ഉണ്ട്, ഈ വർഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സെയിൽസ് കൂടുതലാണ്, അല്ലെങ്കിൽ ഈ വർഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം റെന്റിന് കുറെ പൈസ ചെലവാക്കിയിട്ടുണ്ട്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ, ഈ ഇൻഫർമേഷൻ എല്ലാം തന്നെ ആവശ്യമായിട്ടുള്ള ആൾക്കാർ, പല ആൾക്കാരും ഇത് ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട്. മാനേജേഴ്സ് ഉണ്ടാവും, ഓണേഴ്സ് ഉണ്ടാവും, അങ്ങനെയുള്ള ആൾക്കാരെല്ലാം തന്നെ ഈ ഡാറ്റ ആവശ്യപ്പെടും. അതിന്റെ ബേസിസാണ് അവർ തീരുമാനങ്ങൾ എടുക്കുന്നത്. അവർക്ക് തീരുമാനങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഈ ഡാറ്റ, ആ ഡാറ്റ ഈ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള യൂസേഴ്സിന് കൈമാറും. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഡാറ്റ എല്ലാം തന്നെ എഴുതി സൂക്ഷിക്കുകയും ജേണൽ ഉണ്ടാക്കുകയും ലെഡ്ജർ ഉണ്ടാക്കുകയും അക്കൗണ്ട് ഉണ്ടാക്കുകയും ഒന്നും ചെയ്യാനായിട്ട് സാധിക്കും. അവർക്ക് പെട്ടെന്ന് വേണ്ടത് ഈ വർഷം പ്രോഫിറ്റ് ആണോ, ഈ വർഷം ലോസ് ആണോ, അല്ലെങ്കിൽ ഈ വർഷം നമ്മുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഒരു ഐഡിയ ആണ്. അപ്പൊ അതിനെന്ത് ചെയ്യും? നമ്മളൊരു പെർഫോമൻസിനെ കുറിച്ചൊരു ചാർട്ട് ഉണ്ടാക്കുന്നു. അതെന്ത് ചെയ്യുന്നു? അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ ആയിട്ട് കൈമാറും. ഇൻട്രസ്റ്റഡ് യൂസേഴ്സിന് ഈ ഇൻഫർമേഷൻ എല്ലാം തന്നെ കൈമാറും. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ അക്കൗണ്ടിങ്ങിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പം സാധാരണഗതിയിൽ നമ്മൾ 1-2 പീരീഡ് എടുത്ത് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളെന്ത് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. കാരണം വീഡിയോ വന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ട് ലെങ്തി ആവാനായിട്ട് സാധിക്കാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. അതുകൊണ്ട് ഒന്നും കൂടി പറയുകയാണ്, അക്കൗണ്ടിങ്ങിന്റെ ഫങ്ഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഫങ്ഷൻസ് തന്നെയാണ് ഇതിൽ പറയുന്നത്. റെക്കോർഡിംഗ് ആണ്, എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യാം. റെക്കോർഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളത് പിന്നീട് പറയുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത്? മോണിറ്ററി ആസ്പെക്ട്, പണപരമായി അളക്കാൻ പറ്റുന്ന ഓൺലി ട്രാൻസാക്ഷൻ ദാറ്റ് ആർ മെഷറബിൾ ഇൻ ടേംസ് ഓഫ് മണി. പണപരമായി അളക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. അതെല്ലാം തന്നെ റെക്കോർഡ് ചെയ്തിരിക്കണം. ഡേറ്റ് ഓർഡറിൽ എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്തിരിക്കണം. റെക്കോർഡ് ചെയ്യുന്ന ആ ബുക്കിന് പറയുന്ന പേര് ജേണൽ എന്നുള്ള ബുക്കാണ്. ആ ജേണൽ എന്നുള്ള ബുക്കിൽ പണപരമായി അളക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചിരിക്കണം. രണ്ടാമത്തത് ക്ലാസിഫൈ ചെയ്യണം. ഈ ബുക്കിൽ ജേണൽ എന്നുള്ള ബുക്കിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ലെഡ്ജർ എന്നുള്ള വേറൊരു ബുക്കിലേക്ക് മാറ്റി എഴുതും.
ലെഡ്ജർ എന്നുള്ള വേറൊരു ബുക്കിലേക്ക് മാറ്റി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരേ ടൈപ്പ് കാര്യങ്ങളെല്ലാം തന്നെ ഒരു ബുക്കിൽ വേണം എഴുതാൻ, ഒരു പേജിൽ വേണം എഴുതാൻ. ഇപ്പം സാലറി ആണെങ്കിൽ സാലറിക്ക് ലെഡ്ജർ എന്നുള്ള ബുക്കിൽ ഒരു പേജ് കൊടുക്കും, ആ പേജിൽ വേണം സാലറി മുഴുവൻ എഴുതാൻ. ഓരോ മാസവും സാലറി കൊടുക്കുന്നതെല്ലാം തന്നെ ഈ പേജിൽ വേണം എഴുതാൻ. ഓരോ പേജിൽ നമ്മൾ പറയുന്ന ഹെഡിങ് അക്കൗണ്ട് തമ്മിൽ സാലറി അക്കൗണ്ട്, വേജസ് അക്കൗണ്ട്, അങ്ങനെ ഓരോ അക്കൗണ്ടുകളായിട്ട് നമ്മൾ വേർതിരിച്ചിട്ടുണ്ട്. ജേണൽ എന്നുള്ള ബുക്കിൽ എല്ലാം കൂടി ഒരുമിച്ച് എഴുതുന്നു, അതിലൊന്നും ക്ലാസിഫൈ ചെയ്തിട്ട് ഓരോ ഇനത്തെയും നമ്മൾ വേറെ വേറെ ആയിട്ട് വേറെ പേജിലേക്ക് നമ്മൾ മാറ്റി എഴുതുന്നു. അക്കൗണ്ട് എന്നുള്ള ഓരോ പേജിലേക്ക് എഴുതുന്നു. ലെഡ്ജർ എന്നുള്ള ഒരു വലിയ ബുക്കിലാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ എഴുതുന്നത്. അടുത്തത് സമ്മറൈസ് ചെയ്യും. ഈ എഴുതിയിരിക്കുന്ന എമൗണ്ടുകളെല്ലാം തന്നെ ഒരു മാസത്തിന്റെ അവസാനം അല്ലെങ്കിൽ ഒരു വർഷത്തിന്റെ അവസാനം ഇതെല്ലാം കൂടി കൂട്ടുക. എന്നാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ സാലറി എത്ര കൊടുത്തു, കമ്മീഷൻ എത്ര കിട്ടി, അല്ലെങ്കിൽ റെന്റ് എത്ര കൊടുത്തു, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി കൂട്ടി സൂക്ഷിക്കും. എല്ലാം കൂടി കൂട്ടി ട്രയൽ ബാലൻസ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ട്രയൽ ബാലൻസ് എന്താണെന്നുള്ളതിനെ കുറിച്ചൊക്കെ പിന്നീട് പഠിക്കുന്നതുകൊണ്ട് പറയുന്നത് അത് കൂട്ടി സൂക്ഷിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഡീൽസ് ഓൺലി ഇൻ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞാണ് പണപരമായി അളക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് എഴുതാൻ പാടുള്ളൂ. ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ പണപരമായി അളക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ക്വാളിറ്റികളായ സത്യസന്ധത, അതേപോലെ ആത്മാർത്ഥത, ഹാർഡ് വർക്കിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് എഴുതി സൂക്ഷിക്കാനായിട്ട് പാടില്ല എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. അടുത്തത് അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. ഇതിൽ നിന്ന് ഈ ഇൻഫർമേഷനിൽ തന്നെ ഈ അക്കൗണ്ടുകളെല്ലാം നോക്കിയിട്ട് നമ്മളൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു അസംഷനിൽ എത്തും. ഇത് ലാഭമാണോ നഷ്ടമാണോ, കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടോ, നഷ്ടമാണോ, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം കൂടുതൽ റെന്റ് കൊടുത്തിട്ടുണ്ടോ, കൂടുതൽ സാലറി കൊടുത്തിട്ടുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമ്മൾ തയ്യാറാക്കും. ഇന്റർപ്രിട്ടേഷൻ നടത്തിയിട്ട് അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുറെ യൂസേഴ്സ് ഇത് ഈ ഇൻഫർമേഷൻ വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് റെഡി ആയിട്ടുള്ള കുറെ യൂസേഴ്സ് അവർക്ക് എന്ത് ചെയ്യും, അവരെ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇങ്ങനെ ഒക്കെ ഉണ്ട്, ഈ ഇൻഫർമേഷനാണ് ഈ വർഷം നടന്ന കാര്യങ്ങളൊക്കെ ഇതാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഒരു റിപ്പോർട്ടായിട്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്ന കാര്യം. അക്കൗണ്ടിങ്ങിൽ ആദ്യം മുതൽ A to Z കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷവും പഠിക്കുന്ന ഇത്രയും കാര്യങ്ങളാണ്. അപ്പം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കോഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ്, ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ, അനാലിസിസ്, അതേപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളുള്ള ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ തന്നെയാണ് പഠിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഇന്നത്തെ ഈ രാവിലത്തെ ഈ സെക്ഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വോയിസ് ഇടുകയാണെങ്കിൽ ഇപ്പം തന്നെ അതിനെന്ത് ചെയ്യാം, റിപ്ലൈ വോയിസ് ആയിട്ട് തന്നെ റിപ്ലൈ ചെയ്യാം. നിങ്ങൾ വോയിസ് ഇടുന്ന സമയത്ത് അത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മാത്രമുള്ള ഡൗട്ടായിരിക്കും, എല്ലാവർക്കും ഉള്ള ഡൗട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പേഴ്സണലായിട്ട് വോയിസ് ഇടുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും ഗ്രൂപ്പിൽ നിങ്ങളുടെ പേര് പറയാതെ തന്നെ ഞാൻ അത് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കും. അക്കൗണ്ടിങ്ങിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് വളരെ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ആ സമയത്ത് തന്നെ ഒരു വോയിസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, അത് ക്ലിയർ ചെയ്യുന്നത് ഒരു ബുദ്ധിമുട്ടുമില്ല. പേഴ്സണലായിട്ട് ക്ലിയർ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രൂപ്പിൽ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർക്കും കൂടി അത് ഉപകാരപ്രദമാണ്. അതുകൊണ്ട് തന്നെ ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വെച്ചുകൊണ്ടിരിക്കാതെ അപ്പം തന്നെ ചോദിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരിട്ടല്ല ക്ലാസ് എടുക്കുന്നത്. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനും അതേപോലെ തന്നെ സമയത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇത് 2 or 3 പീരീഡ് കൊണ്ട് എടുക്കുന്ന ക്ലാസ്സുകളാണ്, അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് എടുക്കുന്ന ക്ലാസ്സുകളാണ്. നമ്മൾ അരമണിക്കൂർ കൊണ്ടോ അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ടോ ഒക്കെ ക്ലാസ് എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടാവുന്ന സമയം ഡൗട്ടുകൾ എല്ലാം തന്നെ ചോദിക്കുക. ഡൗട്ടുകൾ ചോദിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എനിക്കറിയുന്ന ഡൗട്ടുകളൊക്കെ ആണെങ്കിൽ നമുക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഞാനത് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യും, കുറച്ചുകൂടി ഹാർഡ് വർക്ക് ചെയ്യും ഈ ഡൗട്ടുകളെല്ലാം തന്നെ ക്ലിയർ ചെയ്യണം. അതുകൊണ്ട് തന്നെ ഡൗട്ടുകൾ ഉണ്ടാവണം, ഡൗട്ടുകളെല്ലാം തന്നെ ചോദിക്കും വേണം. ചോദിച്ചു കഴിഞ്ഞാൽ അതിനെല്ലാം തന്നെ മറുപടി പറയാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കുക. ഇത്രയും കാര്യങ്ങൾ ഈ 6 പോയിന്റുകൾ പറഞ്ഞു. 6 പോയിന്റുകളിൽ ഏതെങ്കിലും പോയിന്റുകളിൽ വ്യക്തത വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം, അല്ലെങ്കിൽ വോയിസ് ആയിട്ട് തന്നെ ഇപ്പം തന്നെ അതിന് റിപ്ലൈ തരാം. അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് ഡൗട്ടുകൾ ചോദിക്കും. ഓക്കെ.
തൽക്കാലത്തേക്ക് ഒരു രാവിലത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രയും കാര്യങ്ങൾ അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും ഒന്ന് മെമ്മറൈസ് ചെയ്യാൻ എന്തെങ്കിലും ഒന്ന് പഠിച്ചു വരിക. 2-3 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. കാണാതെ പഠിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. കാണാതെ പഠിക്കുന്ന സമയം കഴിഞ്ഞു. കാണാതെ പഠിക്കുന്ന 10ാം ക്ലാസ് വരെയാണ്. പ്ലസ് 1 മുതൽ നമ്മൾ പഠിക്കുന്നത് കാണാതെ അല്ല, മനസ്സിലാക്കി പഠിക്കുന്നു. സ്വന്തം മാർക്കുകൾ എഴുതുന്നു. ഇതേ മാർക്കുകളിലല്ല പരീക്ഷയ്ക്ക് എഴുതുന്നത്. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത്, നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത്, അത് നിങ്ങൾ പരീക്ഷ പേപ്പറിലേക്ക് എഴുതുന്നു. അല്ലാതെ ഇതേ കാര്യം ഇതേപോലെ തന്നെ എഴുതുക എന്ന് പറയുന്നത് ഈ 6 പോയിന്റുകൾ അവിടെ വേണം. അതിനുശേഷം അതിന്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ വാക്കുകളിൽ എഴുതാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും ആലോചിക്കേണ്ട, എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ എനിക്കൊരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ താങ്ക് യു. 11 മണിക്ക്